ഇന്നലെ മഴ പെയ്ത നാടാണെന്ന് പറയൂ ഇത്. ഇന്നത്തെ അവസ്ഥ നമുക്ക് പോയി. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ അതൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരാത്തവർ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇന്ന് രാവിലെ ഒന്ന് പോർക്ക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴുകാത്ത കഷ്ണമാണ്. ഇത് നേരത്തെ മേടിച്ച് വെച്ചതാണ്, ഫ്രീസറിലിരുന്നതാണ്. ഇതാണ് നമ്മുടെ പോർക്ക് മുറിക്കുന്ന മെഷീൻ. പാറക്കല്ല് പോലെ ഇരിക്കും. അത് ഇവിടുന്ന് കട്ട് ചെയ്താണ് നമുക്ക് തരുന്നത്. ഇതിപ്പോൾ ഞാൻ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് മുളക് പൊടി, ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഒക്കെ കൂടിയിട്ട് ഞാനതിനെ തിരുമ്മി വെക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ എല്ലാം തിരുമ്മി ഇതാ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് സവോളയൊക്കെ അരിയുന്നത്. അപ്പോൾ ഈ പോർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് നമുക്ക് കിട്ടുന്നത് പ്രത്യേക ലൈസൻസ് ഉള്ള കടയിൽ നിന്ന് കിട്ടത്തുള്ളൂ. അത് ഇവിടെ കിട്ടുന്നത് വെസ്റ്റ് സോൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കിട്ടുന്നത്. അത് ഫിലിപ്പിനോസിൻ്റെയാണ്. പിന്നെ സ്പിന്നീഷ് എന്ന് പറഞ്ഞൊരു കടയിലും ഉണ്ട്. അവിടത്തൊക്കെ നമുക്ക് കുറേ അങ്ങ് പോകണം. ഇതാകുമ്പം അവിടെ ഇവിടെ മുട്ടിനൊക്കെ ഉണ്ട് ഈ കട. അങ്ങനെ അവിടെ പോയിട്ടാണ് വാങ്ങിച്ചത്. നമ്മൾ അതിനായിട്ട് പോകുമ്പോഴൊക്കെ മേടിക്കാൻ കിട്ടുള്ളൂ. നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടത്തിലൊന്നും നിലവിൽ ഇല്ല. അങ്ങനെയാണ് കുറച്ചധികം വാങ്ങിച്ച് അവിടെ വയ്ക്കും. അപ്പോൾ ഞാൻ സവോളയൊക്കെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഇളക്കി മൂടി വയ്ക്കുകയാണെങ്കിൽ ഇത് വേഗത്തിൽ വാടിക്കിട്ടും സവോള. അത് നമുക്ക് അങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. പിന്നെ ഞാനിതിപ്പം എല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷേ എനിക്ക് തിരക്കുള്ള കാരണം ഞാനിതെല്ലാം ചെയ്തത് അത് വാടി വരുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ അരിഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതും ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ഒരുമാതിരി വാടിക്കഴിയുമ്പോഴാണ് ഞാൻ അരിഞ്ഞിടാറ്. പലതരത്തിലാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പകുതി മുക്കാൽ വേവായി കഴിഞ്ഞ് ഇറച്ചി വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇടിച്ച് ചതച്ചിടും വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇതിലേക്ക് ഞാൻ അരിഞ്ഞാണ് ഇടുന്നത്. സവോള ഒരുമാതിരി വാടിക്കഴിഞ്ഞിട്ട് ഒരു പകുതി വാടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടും. കുറേ വറുത്ത പോലെ എടുക്കുന്നതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. അപ്പം അതൊരുമാതിരി ആയപ്പോൾ തക്കാളി കൂടി ഞാനിട്ട് അതൊരു സൈഡിലാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. തൽക്കാലം ഒന്ന് നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഒന്ന് വെള്ളം വറ്റി കിട്ടാൻ വേണ്ടി ഞാനൊരു അരികിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കി അത് നന്നായിട്ട് വാടി കിട്ടി. അതാ ഒരു പാകത്തിന് ഇത് വരട്ടിയെടുക്കാനാണ് ഇറച്ചി. അങ്ങനെ അതിനെ ഇങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഒരു വലിയ സ്പൂണിന് ഒരു 4 സ്പൂൺ ഇടാം. പിന്നെ ഓരോരുത്തരുടെ അരപ്പിനനുസരിച്ച് ഒരുപാട് അരപ്പ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ മല്ലിപ്പൊടി ഇടാം. ഇല്ല എങ്കിൽ ഒരുമാതിരി വലിയ സ്പൂണിന് ഒരു 4-5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ മതി. പിന്നെ ഇതിൽ ബാക്കിയെല്ലാം ഞാൻ തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന്. പിന്നെ ഇപ്പോൾ വഴറ്റിയതിനകത്ത് പച്ചമുളകും സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം വന്നിട്ടുണ്ട്, തക്കാളിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ഒട്ടും വെള്ളം ഒഴിക്കാതെ ആണ് ഇത് വേവിക്കുന്നത്. ഇതിൻ്റേതായ വെള്ളം മാത്രം നമ്മൾ എല്ലാം കൂടി വെച്ച് ആദ്യം ഒരു കുറച്ച് ഭാഗം മാത്രമേ വഴറ്റിയ സവോളയും ഉള്ളിയൊക്കെ കൂടെ സവോളയും തക്കാളിയൊക്കെ കൂടെ വഴറ്റിയത് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ വെള്ളം ഒട്ടും ഒഴിക്കാതെ ചെറിയ തീയിൽ ഇട്ട് വെക്കുക. ആദ്യമേ കുറച്ച് നല്ല തീ കത്തിക്കും. അതിനുശേഷം പിന്നെ ചെറിയ തീ മാത്രം വെച്ച് ഇളക്കിയിട്ട് 2-3-4 പ്രാവശ്യം ഇളക്കിയൊക്കെ ഇടണം. അതിൻ്റെ ഇടയിൽ കുരുമുളക് ഇടാം. പിന്നെ മുക്കാലും വെന്ത് കഴിയുമ്പോഴത്തേക്ക് സവോള മുഴുവനായിട്ടും നമ്മൾ വഴറ്റി വെച്ച സാധനങ്ങളെല്ലാം ഇട്ടു. അങ്ങനെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടു. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണ്ട പോലെ പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെ വേണ്ട പോലെ ചേർക്കാം. പിന്നെ പോർക്കിന് അധികവും വേണ്ടത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ വരട്ടിയെടുക്കുമ്പോൾ നമുക്ക് അധികം വേണ്ടത് കുരുമുളക് പൊടിയാണ്. മസാലയൊന്നും ഞാൻ ഒരുപാട് ചേർക്കാറില്ല. ഞാനിനി ഒന്ന് ടേസ്റ്റ് ചെയ്യാവേ. അപ്പോൾ എല്ലാം റെഡിയായി. ഞാനിനി ടേസ്റ്റ് നോക്കാം. കണ്ടിട്ട് നല്ല അടിപൊളിയാണേ. ചൂടുണ്ട്. ഒരു എല്ലും കഷ്ണം കിട്ടിയ മാറിയില്ലേ. ഇത് അല്ല തൊലി ഇതും എല്ലാം കൂടെ കൂടിയൊരു കഷ്ണം ഞാൻ കഴിച്ചു നോക്കട്ടെ.
സൂപ്പറാണ്. അങ്ങനെ നമ്മുടെ ഇറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഫ്രൈ എന്ന് വെച്ചാൽ ഒരുപാട് ഉണക്കി കരിച്ചൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞാൻ ജോലിയിലേക്ക് സാധാരണ പോലെ എൻ്റെ ജോലിയിലേക്ക് പോകും. ഈ ഇടവഴി കൂടെയൊക്കെ നടക്കുന്നതാണ്. പക്ഷേ ഇതിലൊന്നും നടക്കാൻ പറ്റില്ല. ഇനി ഇതിങ്ങനെ കിടക്കും കുറേ നാൾ. ഇന്നലെ മഴ പെയ്ത നാടാണെന്ന് പറയുമോ ഇത്? ഇന്നത്തെ അവസ്ഥ നോക്ക്. ഒരു വെയില കേട്ടോ. ചൂട് കുറവാണ് എന്നാലും. എൻ്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഉണ്ട്. ഇന്നലെ എനിക്ക് ബാക്കി ഞാൻ കഴിച്ച. അന്തരീക്ഷം എന്ത് സുന്ദരം. ഇന്നലത്തേതും സുന്ദരമായിരുന്നു. കാണാമോ? നീലാകാശം, ഒരു പ്രത്യേക തരം നീല. വൈകിട്ട് വരുമ്പം തണുപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ വരുമ്പോൾ വെയിലിനെയും തടയാം, വൈകുന്നേരത്തെ തണുപ്പിനെയും തടയാം. അതിനാണ് ഇങ്ങനെ പോകുന്നത്. മഴയൊക്കെ പെയ്ത് ആകാശത്തിനൊക്കെ ഒരു ഭയങ്കര കളറാണ് വെച്ച പൊടിപടലങ്ങളെല്ലാം പോയത് കൊണ്ടാവാം. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നപ്പം ഇതാ ഇവിടെ വന്ന് പോകണമായിരുന്നു എക്സ്ചേഞ്ചിൽ. അങ്ങനെ എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞപ്പം ഇത് മദീന എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റാണ്. ഞാൻ അവിടെ കയറി. എപ്പോൾ ചെന്നാലും അത് പാലിൻ്റെ സൈഡിൽ നിൽക്കുന്ന ലേഡീസാണത്. അവരെപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇവിടെ ഒന്ന് വർത്താനമൊക്കെ പറയും, പിന്നെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ പയ്യന്മാരൊക്കെ കണ്ടു. ഇവിടെ ഇങ്ങനെ വന്ന വഴി ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് പോലോ 1-2 സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയതാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും വർത്തമാനം പറയുന്ന പിള്ളേരാണ്. ചോക്ലേറ്റ് അവിടുന്ന് എല്ലാ സാധനങ്ങളും അരിയൊക്കെ തൂക്കി കിട്ടും. ഇതിൻ്റെ പള്ളിക്കകത്ത് കുരിശുപള്ളിയാണല്ലോ, എല്ലാ വകയും ഓരോരോ മൂലയിൽ കൂടെ ഉണ്ടാവും. നമ്മൾ പാക്കറ്റ് അല്ലാതെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവും. അങ്ങനെ സാധനം മേടിച്ച് ഞാൻ പൈസയൊക്കെ കൊടുത്തിറങ്ങി കേട്ടോ. ഈ 2 സാധനമാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും ഈ നീലാകാശത്തിനെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമായി ഈ ആകാശം തന്നെ കണ്ടിട്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ.